ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് പശുവിനെ മേയ്ക്കാൻ പോവാണ്. പയ്യ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇവിടെയാണ് മേയണത്. ഗായ്സ്, പയ്യും കുട്ടി ഇവിടെ തിന്നുണ്ട്. ഒരു പാടത്തിന്റെ വരമ്പിലാട്ടോ. 4 മണി സമയമാണ്, അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും മേയ്ക്കാൻ കൊണ്ടുവരാറുണ്ട്. ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. പയ്യൻ കുട്ടി നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. വരമ്പിൽ പൂട്ടിയോണ്ട് കൊയ്ത്ത് കഴിഞ്ഞിട്ട് പൂട്ടിയോണ്ട് കൊണ്ടും കുഴിയാണ്. ഈ വരമ്പിൽ ഇനി ഇങ്ങനെ നടന്ന് തിന്നും. നമുക്ക് ഈ വെയിലത്ത് നിന്ന് അങ്ങോട്ട് തണലത്തേക്ക് മാറ്റി നിർത്താം. ഇനി കുട്ടീനെയും തഴമ്പത്തേക്ക് നിർത്തിയിട്ടുണ്ട്. ഈ പാടത്താണ് നമുക്ക് ഇനി മേയ്ക്കുന്നത്. ഈ പാടത്ത് അരികിലായിട്ട് ഈ വരമ്പിലൊക്കെ ഉള്ള പുല്ലിലാണ് നമ്മൾ മേയ്ക്കുന്നത്. കുട്ടിയുടെ കുടി മാറ്റിയിട്ടോ, എന്നാലും കുടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാറ്റണം. അപ്പം ഞാൻ ഈ പയ്യനെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ്. ഇതൊരു ചൊറിത്തവളയാണ് കേട്ടോ. കാണണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയ സമയമായതുകൊണ്ട് ചൊറിത്തവളകളെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. ചൊറിത്തവളയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല ഉരുണ്ടിട്ട് നല്ല വേഗത്തിലൊന്നും ചാടിപ്പോവില്ല. പതുക്കെ പതുക്കെയാണ് ചാടിപ്പോവുള്ളൂ. ഈ വരമ്പിനൊക്കെ ഈ സൈഡിലായിട്ട് മൊത്തം തണുപ്പ് കാട്ടുന്ന സ്ഥലത്ത് ഫുള്ളായിട്ട് ഇത് കിടക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ചൂണ്ടിടാനൊക്കെ പിടിച്ചു വെച്ചാൽ നമ്മുടെ കൈയൊക്കെ നല്ലോണം ചൊറിയും കേട്ടോ. നിങ്ങൾ ഇതിനെ ഒന്നും ഉപയോഗിക്കാറില്ല. പയ്യനെ നമ്മൾ ഇങ്ങോട്ട് കയറ്റാൻ പോവാണ്. കൂട്ടുകാരനാണ് പോണത്. ഇനി പയ്യ അവിടെ നിന്ന് മേഞ്ഞോളും. ഈ ഫിഷിംഗ് വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതിയേ. കുട്ടി ഇവിടെ ഉണ്ട് ഗൈസ്, പയ്യൻ കുട്ടി ഇവിടെ ഉണ്ട്. പിന്നീടുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണേ. പിന്നെ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട്, എല്ലാവരും കയറി കാണുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ പശുവിനെയും കെട്ടിയിട്ട് നമുക്ക് അവിടുത്തെ കടയ്ക്ക് ജീരക സോഡ കുടിക്കാൻ പോവാ. ക്ഷീണിച്ചു വെള്ളം താഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കുടിക്കാൻ പോവാം. കുട്ടീനെ അവിടെയും പയ്യനെ എവിടെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ 300 സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു ഗീവ് അവേ നടത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആ കാണുന്ന കടയിലേക്കാണ് കേട്ടോ പോണത്. നമ്മൾ കടയിലെത്താറായി. ജീരക സോഡ എന്നുള്ള തീരുമാനം ഞങ്ങൾ മാറ്റിയിട്ട് സോഡ കുടിക്കാനാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടി എനർജി കിട്ടുമല്ലോ. ഞങ്ങൾ കടയിലെത്തിയിട്ടുണ്ട്. കടയിലെത്തിയപ്പോൾ കണ്ടോ, 2 പൂച്ചകളാണ് കിടക്കുന്നത്. ഞങ്ങൾ ഉപ്പ് സോഡ പറഞ്ഞിട്ടിരിക്കുകയാണ്.
നാരങ്ങ സോഡ എത്തിയിട്ടുണ്ട്. കഴിയാറായിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യനെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അവിടെ കുറെ നേരമായി ഇരിക്കുന്നു. പശുവിനെ അത് കൂടെ ഇറക്കി വെച്ചിട്ട് ഞങ്ങൾ ഈ തോട്ടിൽ മേയ്ക്കുകയാണ് കേട്ടോ. തോട്ടിലൊക്കെ നല്ല വെള്ളത്തിൻ്റെ ഇതുള്ളതുകൊണ്ടേ നല്ലോണം പുല്ലുണ്ടായിട്ടുണ്ട്. കണ്ടോ, ഈ അരികിൽ കൂടെ ഒക്കെ നടത്തി തിന്നിപ്പിക്കുകയാണ്. ഇനി ഇത് കൂടെ ഇങ്ങനെ കയറ്റാണ് അതിന് പ്ലാൻ. ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ഒക്കെ കിടക്കാൻ വേണ്ടി നോക്കി നിൽക്കണം തിന്നാണ്ടായിരിക്കാൻ. പ്ലാസ്റ്റിക് തിന്ന പ്രശ്നമാണല്ലോ. പയ്യനും കുട്ടിയും പതുക്കെ പതുക്കെ തിന്ന് മുമ്പിലേക്ക് പോകുന്നുണ്ട്. നമ്മളും അതിൻ്റെ ഒപ്പം ഇങ്ങനെ പോവാണ്. നമ്മള് കയറ്റാനുള്ള സ്ഥലം എത്താറായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ലോണം തിന്നാണ്ട് കേട്ടോ. ആ കാണുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരൻ്റെ മാവുന്ന് ഒരു മാങ്ങ പൊട്ടിച്ച് തിന്നാണ് ഇപ്പോൾ. തൊഴുത്തിലേക്ക് കൊണ്ടുപോവാണ്. തൊഴുത്തെത്തി. വെള്ളം കാട്ടിയിട്ട് തൊഴുത്തിൽ കെട്ടാം. ഗായ്സ് നമ്മൾ പയ്യനെ കെട്ടിയിട്ടുണ്ട്. ഇനി കുട്ടീനെ കെട്ടാം. കുട്ടീനെയും കെട്ടി ഗായ്സ്. തൊഴുത്തിൽ കെട്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ബൈ.